നമസ്കാരം. PK മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ രുചികരവും അതുപോലെ തന്നെ മധുരമുള്ളതുമായ ഒരു ഫലമാണ് സപ്പോട്ട. സപ്പോട്ടയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നത്. സപ്പോട്ടേസിയ കുടുംബത്തിലെ ഒരു അംഗമാണ് സപ്പോട്ട അഥവാ ചിക്കു എന്നും അറിയപ്പെടുന്ന സസ്യം. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മണിൽക്കര സപ്പോട്ട എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ സപ്പോട്ട എന്നും ചിക്കു എന്നും വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ സപ്പോഡില്ല എന്നും സപ്പോട്ട എന്നും ചിക്കു എന്നും നാസ്ബെറി എന്നുമൊക്കെ വിളിക്കാറുണ്ട്. തമിഴിൽ സപ്പോട്ട എന്ന് തന്നെ പൊതുവെ അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന നിത്യഹരിത മരമാണ് സപ്പോട്ട. ജന്മദേശം മെക്സിക്കോയാണ്. ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളിൽ ഇത് ധാരാളം കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. ബോംബെ, ബീഹാർ, തമിഴ്നാട്, മൈസൂർ എന്നീ സ്ഥലങ്ങളിൽ സപ്പോട്ട ഒരു വാണിജ്യ വിളയായി വൻതോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. സപ്പോട്ട കേരളത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് വളരെയേറെ കാലമായി. ഇതിൻ്റെ രൂപവരണം നോക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സപ്പോട്ട മരത്തിന് 15 മുതൽ 25 മീറ്റർ വരെ നീളമുണ്ടാകും. സപ്പോട്ട കായ്കൾക്ക് മരോട്ടി കായ്കളോട് സാദൃശ്യമുണ്ട്. ഇതിൻ്റെ തൊലിക്ക് തവിട്ട് നിറമാണ്. പരുപരുത്തിരിക്കും. തീരെ കനമില്ല. പഴത്തിന് തേനിൻ്റെ മധുരമാണ്. സപ്പോട്ട എല്ലാ മാസങ്ങളിലും കായ്ക്കുമെങ്കിലും ജനുവരി ഫെബ്രുവരി കാലത്തിലും മെയ് ജൂൺ കാലത്തിലുമാണ് കൂടുതൽ കായ്കൾ നൽകുന്നത്. ഇനങ്ങളെ നോക്കാം. പല ഇനങ്ങളുണ്ട്. ഒന്നാമത്തേത് ക്രിക്കറ്റ് ബോൾ. കേരളത്തിൽ നന്നായി വളരുന്ന ഇനമാണിത്. ഇതിൻ്റെ കായ്കൾ വലുതും ഉരുണ്ടതും ഏകദേശം 320 ഗ്രാം തൂക്കം വരുന്നതുമാണ്. ഇലകൾ ഇളം പച്ച നിറത്തിലുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമാണ് ഈ സസ്യം. ഈ ഇനത്തെ കായ വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ ഇനം ഓവൽ എന്ന് പറയുന്ന ഇനമാണ്. കായ്കൾക്ക് അണ്ഡാകൃതിയാണുള്ളത്. മടിച്ചു കായ്ക്കുന്ന ഇനമാണിത്. കായ്കൾ ചെറുതോ ഇടത്തരം വലിപ്പമുള്ളതായിരിക്കും. കായയുടെ തൂക്കം ഏകദേശം 75 ഗ്രാം ആയിരിക്കും. പഴത്തിന് മൃദുവായ ദശയുണ്ടാകും. നല്ല സുഗന്ധമുണ്ടാകും. മധുരമുള്ള കഴമ്പായിരിക്കും. 2 മുതൽ 6 വരെ വിത്തുകളുണ്ടായിരിക്കും. മറ്റൊരിനം CO1 എന്നുള്ളതാണ്. തമിഴ്നാട് കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സങ്കര ഇനമാണിത്. ക്രിക്കറ്റ് ബോൾ, ഓവൽ എന്നീ ഇനങ്ങൾ തമ്മിൽ സങ്കരണം നടത്തി ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ ഇനം നീണ്ട ഓവലാകൃതിയിലുള്ള ഫലങ്ങൾ തരുന്നു. ഇടത്തരം വലിപ്പമുള്ള പഴങ്ങൾക്ക് ഏകദേശം 125 ഗ്രാം തൂക്കമുണ്ടാകും. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തോടുകൂടി ഇതിൻ്റെ ദശയ്ക്ക് പരുപരുത്ത ഘടനയും നല്ല മധുരവുമുണ്ട്. മറ്റൊരിനം കീർത്തബർത്തി എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിലെ സാധാരണ ഇനമാണിത്. ചെറുതു മുതൽ ഇടത്തരം വരെ വലിപ്പമുള്ള കായ്കളാണ് ഇവയുടേത്. അണ്ഡാകൃതിയിലുള്ള കായ്കളുടെ തൊലി കട്ടി കൂടി പരുപരുത്തതും പുറത്തേക്ക് 4 മുതൽ 6 വരെ റിഡ്ജസ് ഉള്ളതുമാണ്. പഴത്തിൻ്റെ അഗ്രഭാഗം ഉരുണ്ടതാണ്. നല്ല മധുരമുള്ള പഴങ്ങൾ തരുന്ന ഈ ഇനം കേടുകൂടാതെ കൂടുതൽ നാളിരിക്കുന്നതാണ്. അതുകൊണ്ട് ദൂര മാർക്കറ്റുകൾക്ക് കയറ്റി അയക്കാൻ ഉത്തമമാണ്. CO2 എന്നുള്ളതാണ് മറ്റൊരിനം. ബാരമസി എന്ന ഇനത്തിൽ ക്ലോണൽ സെക്ഷനിലൂടെ ഉരുത്തിരിഞ്ഞെടുത്തതാണ് ഈ മേൽത്തര ഇനം. നീണ്ട വൃത്താകൃതി മുതൽ പൂർണ്ണ വൃത്താകൃതിയിലുള്ള ഫലങ്ങളായിരിക്കും. ഇടത്തരം വലിപ്പമാണ് ഇവയ്ക്കുള്ളത്. മറ്റൊരിനം ബദാമി എന്ന് പറയുന്ന ഇനമാണ്. ചെറിയ പഴങ്ങളാണ്. മൃദുത്വമുള്ളതും ചാറുള്ളതും പരുപരുത്തതുമായ ദശയാണ്. ഇടത്തരം രുചിയും മധുരവും ഉള്ളതാണ്. 18 മുതൽ 24% വരെ TSS ഉള്ള ഫലമായിരിക്കും ഇതിൻ്റേത്. മറ്റൊന്ന് ബാരമസി എന്ന ഇനമാണ്. ഇടത്തരം വലിപ്പമുള്ള പഴങ്ങൾക്ക് നല്ല മധുരമുണ്ട്. 2 മുതൽ 8 വരെ വിത്തുകൾ കാണും. TSS 20 മുതൽ 23% വരെയാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഇനമാണിത്. മറ്റൊന്ന് പാല എന്ന് വിളിക്കപ്പെടുന്ന ഇനമാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നന്നായി വളരുന്ന ഈ ഇനത്തിൽ ചെറുതു മുതൽ ഇടത്തരം വലിപ്പം വരെയുള്ള പഴങ്ങളുണ്ടാകുന്നു. പരന്ന് കൂർത്ത അഗ്രഭാഗത്തോടുകൂടി അണ്ഡാകൃതിയുള്ള പഴങ്ങൾക്ക് നല്ല മധുരമുള്ളതായിരിക്കും. നല്ല സുഗന്ധവും ഗുണമേന്മയുമുള്ള കായ്കൾ കുലകളായിട്ടായിരിക്കും കാണപ്പെടുക. മറ്റൊരിനം PKM1 എന്നുള്ളതാണ്. ഇത്തി എന്ന ഇനത്തിൽ നിന്നും
ക്ലോണൽ സെഷൻ വഴി വികസിപ്പിച്ചെടുത്ത ഇനമാണിത്. തമിഴ്നാട് പെരിയകുളം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയതാണിത്. പൊക്കം കുറഞ്ഞ ഇനമാണ്. മേൽത്തരം വിളവും നല്ല ഗുണമേന്മയുമുള്ള ഫലങ്ങളും നൽകും. ഒരു ചെടിയിൽ നിന്നും വർഷത്തിൽ ഏകദേശം 240 കിലോഗ്രാം പഴങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് കൽക്കട്ട റൗണ്ട് എന്ന് പറയുന്ന ഇനമാണ്. പഴങ്ങൾ വലുതും കാമ്പ് അല്പം പരുപരുത്തതുമാണ്. പശ്ചിമ ബംഗാളിൽ ഏറെ പ്രചാരമുള്ള ഇനമാണിത്. മറ്റൊരു ഇനം അയ്യാനഗർ എന്നുള്ളതാണ്. പഴങ്ങൾ വലുതോ ഉരുണ്ടതോ അണ്ഡാകൃതിയുള്ളതോ ഒക്കെ ആയിരിക്കും. വലിപ്പമുള്ള പഴമായിരിക്കും. കഴമ്പിന് നേരിയ പിങ്ക് നിറമുണ്ടായിരിക്കും. നല്ല മധുരമുള്ളതും റോസിൻ്റെ മണമുള്ളതുമായിരിക്കും. തമിഴ്നാട്ടിൽ വളരെ പ്രചാരമുള്ള ഇനമാണിത്. DHS1 എന്നുള്ളതാണ് വേറൊരു ഇനം. കാലിപത്തി, ക്രിക്കറ്റ് ബോൾ എന്നീ ഇനങ്ങളുടെ തന്നെ മറ്റൊരു സങ്കര ഇനമാണിത്. നല്ല വിളവ് തരുന്ന ഈ ഇനത്തിൻ്റെ പഴം നല്ല മധുരമുള്ളതും ഏകദേശം 180 ഗ്രാം ഭാരമുള്ളതുമായിരിക്കും. കാലിപത്തി എന്ന ഇനമാണ് മറ്റൊന്ന്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ കീർത്തികെട്ട ഒരു ഇനമാണിത്. നല്ല കട്ടിയുള്ള പരന്ന ഇലകൾക്ക് കടും പച്ച നിറമാണ്. ശാഖകൾ പെട്ടെന്ന് വളരുന്നവയാണ്. അണ്ഡാകൃതിയിലുള്ള പഴങ്ങൾക്ക് നല്ല മധുരമാണ്. വെണ്ണയുടെ ഘടനയുള്ള കാമ്പിൽ കുരുവിൻ്റെ എണ്ണം കുറവായിരിക്കും. ഒരു കായിൽ കുരു മാത്രമേ മിക്കവാറും ഉണ്ടാവുകയുള്ളൂ. എങ്കിലും നല്ല വിളവ് നൽകുന്ന ഇനമാണിത്. മറ്റൊരു ഇനം ഛത്രി എന്ന് പറയുന്ന ഇനമാണ്. കാലിപത്തി ഇനത്തോട് സാമ്യമുള്ള ഇതിൻ്റെ ശാഖകൾ നിലത്തേക്ക് തൂങ്ങി വളരുന്ന സ്വഭാവമുള്ളതാണ്. തായ്തടിയിൽ നിന്നും എല്ലാ വശങ്ങളിലേക്കും ശാഖകളുണ്ടാകും. ഇലകൾക്ക് നല്ല പച്ച നിറമാണ്. ഗുണമേന്മ കുറഞ്ഞതാണെങ്കിലും നല്ല വിളവ് ലഭിക്കുന്നതാണ്. മറ്റൊരിനം വാവില വലസ എന്ന് പറയുന്ന ഇനമാണ്. പഴങ്ങൾക്ക് ഓവലാകൃതിയിലുള്ള ഇനമാണിത്. തീരപ്രദേശങ്ങളിൽ നന്നായി വളരുന്ന ഇനമാണ്. ഇടത്തരം വലിപ്പമുള്ള പഴത്തിൻ്റെ കാമ്പ് മൃദുവും പരിപരിപ്പുള്ളതുമാണ്. നല്ല സ്വാദുള്ള ഈ ഇനത്തിന് 6 തുടങ്ങി 12 വരെ വിത്തുകൾ ഉണ്ടായിരിക്കും. സപ്പോട്ടയുടെ പൊതു ഉപയോഗങ്ങൾ നോക്കാം. സപ്പോട്ടയുടെ പഴം വളരെ പോഷകസമ്പുഷ്ടവും ഊർജ്ജദായകവുമാണ്. വളരെ മധുരമുള്ള കാമ്പായതിനാൽ മിൽക്ക് ഷേക്കുകളിൽ സ്ഥിരമായി സപ്പോട്ട ഉപയോഗിക്കാറുണ്ട്. സ്മൂത്തീസ് ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കറയിൽ നിന്ന് വേർതിരിക്കുന്ന പശ പോലുള്ള പദാർത്ഥം ചൂയിങ്കത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, ഡയറ്ററി ഫൈബർ, കൊഴുപ്പ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, റൈബോഫ്ലാവിൻ B2, നിയാസിൻ B3, പാൻറ്റോതെനിക് ആസിഡ് B5, വിറ്റാമിൻ B6, ഫോളേറ്റ് B9, വിറ്റാമിൻ C, ധാതുക്കൾ, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ ഗുണങ്ങളെ നോക്കാം. വളരെ ഊർജ്ജദായകമായ സസ്യമാണിത്. ഒന്നാമത്തെ ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ഊർജ്ജം തരുന്നതാണെന്ന്. ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഗ്ലൂക്കോസിൻ്റെ അംശം കൂടുതലായി അടങ്ങിയ പഴമാണ് സപ്പോട്ട. കായിക മേഖലയിലുള്ളവർക്ക് കൂടുതൽ ഊർജ്ജം ആവശ്യമായതിനാൽ അവർ കൂടുതൽ സപ്പോട്ട കഴിക്കുന്നത് നല്ലതാണ്. 2, അണുബാധയും അസുഖങ്ങളും തടയുന്നതാണ്. അണുബാധയും വീക്കങ്ങളും തടയാൻ കഴിവുള്ള ഔഷധമായ ടാനിൻ അടങ്ങിയ പഴമാണ് സപ്പോട്ട. ശരീരത്തിനകത്ത് ദഹനപ്രക്രിയ എളുപ്പമാക്കുക വഴി ആമാശയത്തിലെയും അന്നനാളത്തിലെയും ചെറുകുടലിലെയും വീക്കങ്ങളും മറ്റ് അസ്വസ്ഥതകളും മാറ്റാൻ സപ്പോട്ടയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായ പല പ്രശ്നങ്ങളും വേദനകളും പരിഹരിക്കാൻ സപ്പോട്ട നല്ലതാണ്. 3, ഇത് ക്യാൻസറിനെ തടയുന്നതാണ്. സപ്പോട്ടയിൽ അടങ്ങിയ ചില സംയുക്തങ്ങൾ ക്യാൻസറിനെതിരെ പോരാടാൻ കോശങ്ങളെ സഹായിക്കുമെന്നാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത്. സപ്പോട്ട പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ക്യാൻസർ രോഗത്തെ ചെറുക്കാമെന്നും രോഗം കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാമെന്നും ഗവേഷകർ പറയുന്നു. സപ്പോട്ടയിൽ അടങ്ങിയ ചില ഘടകങ്ങൾ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ നശിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലുക്കീമിയ, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകളിലെല്ലാം ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നതിൽ സപ്പോട്ടയിലടങ്ങിയ ചില സംയുക്തങ്ങൾ സഹായകരമാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫോർമാറ്റിക് ആൻഡ് അപ്ലൈഡ് ബയോ ടെക്നോളജിയിലെ ഗവേഷകരും ചേർന്നാണ് പഠനം നടത്തിയത്. സയൻറ്റിഫിക് റിപ്പോർട്ട്സ് മാഗസീനിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4ാമത്തെ ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള എല്ലുകൾക്ക് സപ്പോട്ട സഹായിക്കുമെന്നുള്ള. കാൽസ്യം, ഫോസ്ഫറസ്, അയൺ എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങളാണ്. സപ്പോട്ടയിൽ
ഇവ മൂന്നും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സപ്പോട്ട വളരെ നല്ലതാണ്. അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് ബലബന്ധം ഇല്ലാതാക്കുന്നതാണ്. സപ്പോട്ടയിൽ വളരെ വലിയ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് കാരണം സപ്പോട്ട നല്ലൊരു വയറിളക്ക മരുന്ന് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വൻകുടലിൻ്റെ ആവരണത്തിന് ബലം നൽകുകയും അതുവഴി അണുബാധ തടയുകയും ചെയ്യും. ആറാമത്തെ ഔഷധ ഗുണം എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് നല്ലതാണ്. കാർബോഹൈഡ്രേറ്റുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്പോട്ട വളരെ നല്ല ഭക്ഷണമാണ്. ഗർഭകാലത്തെ തളർച്ചയും ക്ഷീണവും രാവിലെ സമയങ്ങളിൽ ഉണ്ടാകാറുള്ള അസ്വസ്ഥതകളൊക്കെ മാറാനിത് ഉത്തമമാണ്. 7 മൂലക്കുരുവിന് ആശ്വാസമാണെന്നുള്ള വലിയ മുറിവുകൾ വഴി നിലയ്ക്കാത്ത രക്തപ്രവാഹം ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ സപ്പോട്ട കഴിച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇതിലെ ചില ഘടകങ്ങൾ രക്തധമനിയുമായി പ്രതിപ്രവർത്തിച്ച് രക്തപ്രവാഹം നിയന്ത്രിക്കും. പ്രാണികളുടെയോ മറ്റ് കടിയേറ്റാൽ ആ ഭാഗത്ത് സപ്പോട്ടയുടെ കുരു അരച്ച് തേക്കുന്നത് നല്ലതാണ്. 8 വൈറസിനെയും ബാക്ടീരിയയെയും തുരത്തുന്നു എന്നുള്ള പോളിഫിനോളിക് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യമുള്ളതിനാൽ വൈറസിനെയും ബാക്ടീരിയകളെയും പാരസൈറ്റുകളെയും ഒക്കെ തുരത്താൻ സപ്പോട്ടയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നു. ശരീരത്തിന് ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ വിറ്റമിൻ സി നശിപ്പിക്കുന്നു. അതേസമയം സപ്പോട്ടയിലെ പൊട്ടാസ്യം, അയൺ, ഫോളേറ്റ്, നിയാസിൻ, പാൻതനിക് ആസിഡ് തുടങ്ങിയവ ദഹനപ്രക്രിയ കൂടുതൽ ഫലവത്താകുന്നതിന് സഹായിക്കുകയും ചെയ്യും. 9 വയറിളക്കത്തിനുള്ള മരുന്നാണെന്നുള്ള ദോഷങ്ങളകറ്റി വയറ് ശുദ്ധീകരിക്കാൻ സപ്പോട്ട വളരെ നല്ലതാണ്. സപ്പോട്ട പഴം വെള്ളത്തിലിട്ട് തിളപ്പിച്ച കഷായം വയറിളക്കത്തിനുള്ള മരുന്നായി ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പൈൽസ്, വയറുകടി തുടങ്ങിയ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. 10 മാനസികാരോഗ്യത്തിന് സപ്പോട്ട നല്ലതാണ്. ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ അസുഖമുള്ളവരിൽ ഉറക്കമരുന്നായി സപ്പോട്ട ഗുണം ചെയ്യും. ശക്തിയേറിയ ഉറക്കമരുന്ന് കൂടിയായ സപ്പോട്ട ഞരമ്പുകളെ ശാന്തമാക്കാനും പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. 11 ജലദോഷവും കഫക്കെട്ടും നിയന്ത്രിക്കുന്നതാണെന്നുള്ള നാസാരന്ധ്രങ്ങളിലും ശ്വാസകോശഭിത്തിയിലും ശ്ലേഷ്മത്തെ പുറന്തള്ളി ജലദോഷവും കഫക്കെട്ടും നിയന്ത്രിക്കാൻ സപ്പോട്ടയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട്. 12 ശരീരഭാരം കുറയ്ക്കാമെന്നതാണ്. വയറിനകത്ത് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക വഴി ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രണത്തിലാക്കി അമിതഭാരം കുറയ്ക്കാൻ സപ്പോട്ട സഹായിക്കുന്നതാണ്. 13 വിഷാംശത്തെ കളയുന്നതാണ്. ശരീരത്തിൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടുക വഴി ശരീരത്തിലെ വിഷാംശങ്ങൾ മൂത്രം വഴി പുറന്തള്ളാനും സപ്പോട്ട സഹായിക്കുന്നുണ്ട്. അതേസമയം ശരീരത്തിൽ വെള്ളത്തിൻ്റെ തോത് നിലനിർത്തുക വഴി നീർക്കെട്ടുകളെ തടയാനും സപ്പോട്ട നല്ലതാണ്. 14 മൂത്രക്കല്ലിനുള്ള ഗുണമാണ്. മൂത്രക്കല്ല് പോലുള്ള രോഗങ്ങൾ തടയാൻ സപ്പോട്ട നല്ലതാണ്. ഇത് വൃക്കയുടെ ആരോഗ്യം കാക്കുന്നതിനും നല്ലതാണ്. 15 പല്ല് രോഗങ്ങൾക്ക് സപ്പോട്ട നല്ലതാണ്. കേടുപാടുകൾ പറ്റിയ പല്ലടയ്ക്കാൻ സപ്പോട്ടയിലെ ലാറ്റക്സ് ഘടകം ഉപയോഗിക്കാവുന്നതാണ്. 16 തിളക്കമുള്ള ചർമ്മത്തിന് സപ്പോട്ടയിലടങ്ങിയ വൈറ്റമിൻ ഇ ചർമ്മത്തിന് നനവും തിളക്കവും കൂട്ടാൻ വളരെ നല്ലതാണ്. സപ്പോട്ട കഴിച്ചാൽ ആരോഗ്യവും സൗന്ദര്യവുമുള്ള ചർമ്മം ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ്. 17 മിനുസമുള്ള മുടിക്ക് സപ്പോട്ട നല്ലതാണ്. സപ്പോട്ടയുടെ കുരുവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ മുടിക്ക് ഈർപ്പവും മിനുസവും കൂട്ടാൻ നല്ലതാണ്. ചുരുണ്ട മുടി ഇഴകൾക്ക് തിളക്കം കൂട്ടാൻ ഈ എണ്ണ വളരെ നല്ലതാണ്. ഒട്ടിപ്പിടിക്കുന്ന അവശിഷ്ടമില്ലാതെ മുടിക്ക് ഇത് മുഴുവനായി ആഗീകരണം ചെയ്യാനായിട്ട് സാധിക്കും. 18 മുടി കൊഴിച്ചിൽ തടയുന്നതാണെന്നുള്ള മുടിക്ക് അഴക് മാത്രമല്ല ആരോഗ്യം നൽകാനും സപ്പോട്ടയ്ക്ക് കഴിവുണ്ട്. സപ്പോട്ട പഴത്തിൻ്റെ കുരുവിൽ നിന്നും ഉണ്ടാക്കുന്ന എണ്ണ മുടി കൊഴിച്ചിൽ മാറ്റാൻ വളരെ നല്ലതാണ്. ഇത് തലയോട്ടിയിലെ ചർമ്മത്തിൻ്റെ വരൾച്ച ഇല്ലാതാക്കി മുടി തഴച്ചു വളരാൻ സഹായിക്കുന്നു. തലയോട്ടിയിലെ ചർമ്മവീക്കം കാരണമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ തടയാൻ എണ്ണ ഉപയോഗിക്കാറുണ്ട്. 19 താരൻ കുറയ്ക്കാൻ നല്ലതാണ്. സപ്പോട്ടയുടെ കുരു ആവണക്കെണ്ണയുമായി ചേർത്തരച്ച് തലയോട്ടിയിൽ തേച്ച് ഒരു രാത്രി മുഴുവൻ പിടിപ്പിച്ച് പിറ്റേന്ന് കഴുകിക്കളഞ്ഞാൽ താരനില്ലാതാകും. ഇതുകൂടാതെ മുടി മിനുസമാവുകയും ചെയ്യും. 20 ചുളിവുകളെ ഇല്ലാതാക്കാമെന്നുള്ള പ്രായം കാരണം ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകളകറ്റാൻ സപ്പോട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിനകത്ത് രൂപപ്പെടുന്ന
ഫ്രീ റാഡിക്കലുകൾ പ്രായം കൂടുന്തോറും തൊലിയിൽ ചുളിവുകളുണ്ടാക്കുന്നു. സപ്പോട്ട ഈ ഫ്രീ റാഡിക്കലുകളെ തുരത്തി ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. 21 ചർമ്മലേപനമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള. സപ്പോട്ടയുടെ കുരുവിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ ചർമ്മലേപനമായി ഉപയോഗിക്കാം. എണ്ണ വേർതിരിച്ചെടുത്തതിന് ശേഷമുണ്ടാകുന്ന കുരുവിൻ്റെ അവശിഷ്ടം ചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകളിലും ചൊറിച്ചിലുകളിലും പുരട്ടാവുന്നതാണ്. 22 ഫംഗസ് ബാധ തടയുന്നതാണ് എന്നുള്ളതാണ്. സപ്പോട്ട മരത്തിലുള്ള പാല് പോലുള്ള കറ ചർമ്മത്തിലുണ്ടാകുന്ന അരിമ്പാറയും ഫംഗസ് ബാധയുമൊക്കെ തടയാൻ വളരെ നല്ലതാണ്. ഇനി കൃഷി കാര്യങ്ങളിലേക്ക് നോക്കാം. ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് സാങ്കേതികത്വം ഉപയോഗിച്ചാണ് പുതിയ തലമുറയെ കൂടുതലായിട്ടും വളർത്തിയെടുക്കുന്നത്. സപ്പോട്ട കുടുംബത്തിൽപ്പെട്ട കിർണി എന്ന മരത്തിൻ്റെ കുരുവിട്ട് മുളപ്പിച്ച തൈകൾ ഒട്ടിക്കാനുള്ള റൂക്ക് സ്റ്റോക്കായി ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം കെട്ടിക്കിടക്കാത്തതും നല്ല നീർവാർച്ചയുമുള്ള സ്ഥലങ്ങളാണ് സപ്പോട്ട കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നല്ല സൂര്യപ്രകാശം ലഭിക്കണം. മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന തണലുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ കൃഷിക്ക് അത്ര യോജ്യമല്ല. ചെങ്കുത്തായ സ്ഥലങ്ങൾ, അടിയിൽ കടുപ്പമേറിയ പാറയുള്ള സ്ഥലങ്ങൾ എന്നിവയും ഒഴിവാക്കേണ്ടതാണ്. ജലസേചന സൗകര്യമുണ്ടെങ്കിൽ ഏത് സീസണിലും ഇത് നടാവുന്നതാണ്. എങ്കിലും നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ കാലമെന്ന് പറയുന്നത് കാലവർഷാരംഭത്തോടെയാണ്. 7 തുടങ്ങി 8 മീറ്റർ അകലത്തിൽ വേണം നടാനായിട്ട്. 60 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള സമചതുര കുഴികളാണ് സപ്പോട്ട നടുന്നതിന് നല്ലത്. ഒട്ടുതൈകൾ 3-ാം വർഷം മുതൽ ഫലം തന്നു തുടങ്ങും. ഫെബ്രുവരി മാർച്ചിലും ഒക്ടോബർ നവംബറിലും സപ്പോട്ട കായ്ക്കുന്നു. മൂത്ത കായ്കളെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. കായയുടെ പുറത്ത് നഖം കൊണ്ട് വരയുമ്പോൾ പച്ച തെളിയുന്നതാണ് ഒരു ലക്ഷണം. കായ്കൾ പറിച്ചു വെച്ച് പഴുപ്പിക്കാം. ഇല്ലെങ്കിൽ വവ്വാല് മറ്റ് പക്ഷികളൊക്കെ ആക്രമിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ അറിവുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.